നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു പുളിശ്ശേരിയാണ്. സാധാരണ നമ്മൾ വെള്ളരിക്ക ഉപയോഗിച്ചിട്ട് അധികം പുളിശ്ശേരി ഉണ്ടാക്കാറില്ല അല്ലേ, വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കാറുള്ളൂ. കൂടുതലായിട്ട് നമ്മൾ എപ്പോഴും ചെയ്യുന്നത് പഴം പുളിശ്ശേരിയാണ്. അപ്പോൾ വെള്ളരിക്ക പുളിശ്ശേരി ചെയ്യുന്നതും പഴം പുളിശ്ശേരി ചെയ്യുന്നതും ഏകദേശം ഒരുപോലെ തന്നെയാണ്. പിന്നെ ചെറിയ ചെറിയ വളരെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉള്ളൂ. പഴം പുളിശ്ശേരിയിൽ നമ്മൾ കൂടുതൽ ഭംഗിയാവാൻ വേണ്ടിയിട്ട് അവസാനം വറവ് ചേർക്കുമ്പോൾ കുറച്ച് പൊടികളും കൂടിയൊക്കെ ചേർക്കും. വെള്ളരിക്ക പുളിശ്ശേരിയിൽ അതൊന്നുമില്ല. അങ്ങനെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉള്ളൂ. മിക്കവാറും നമ്മുടെ പുളിശ്ശേരികളും മോരുകറികളും തമ്മിൽ ചെറിയ ചെറിയ വേരിയേഷൻസ് ഒക്കെ ഉള്ളൂ. അപ്പോൾ വെള്ളരിക്ക പുളിശ്ശേരിയുടെ കാര്യം പറയുമ്പോൾ ഇതിനു മുന്നേ എൻ്റെ അടുത്ത് നമ്മുടെ വെള്ളരിക്ക പച്ചടിയുടെ റെസിപ്പിയിലാണെന്ന് തോന്നുന്നു, ഞാൻ കറക്റ്റ് ആയിട്ട് ഓർക്കുന്നില്ല. നമ്മുടെ സാധാരണ മോരുകറിയുടെ വീഡിയോ കാണിക്കാമോ എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ സാധാരണ മോരുകറി എന്നല്ല, നമ്മൾ ഒരുവിധമുള്ള എല്ലാ മോരുകറികളുടെയും വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനതൊരു പുതിയ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. മോരുകറിന്നോ പുളിശ്ശേരിന്നോ പറഞ്ഞിട്ട് ഞാനൊരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ മോരുകറികളും പുളിശ്ശേരിയും പച്ചടികളും എല്ലാം ഉള്ളത് നമ്മുടെ സദ്യ റെസിപ്പീസിലാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു കാറ്റഗറി വേഗം തിരിച്ചെടുക്കാനായിട്ട് ഞാൻ ഉടനെ തന്നെ ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ പുളിശ്ശേരി റെസിപ്പീസ് അല്ലെങ്കിൽ മോരുകറി റെസിപ്പീസ് സെർച്ച് ചെയ്യുന്ന ആളുകൾക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കുമല്ലോ. അപ്പൊ എന്തായാലും വെള്ളരിക്ക പുളിശ്ശേരി ഉടനെ തന്നെ എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാം. എല്ലായിടത്തും വെള്ളരിക്ക ഈസിലി അവൈലബിൾ ആണ്. ഒരു 1/4 കിലോ വെള്ളരിക്ക ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ കറി ഉണ്ടാക്കാം. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളതാണ്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് വെള്ളരിക്ക പുളിശ്ശേരി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ വെള്ളരിക്ക പുളിശ്ശേരിക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ വെള്ളരിക്ക എടുത്തിട്ടുണ്ട്. 1/4 കിലോ വെള്ളരിക്ക എടുത്തിട്ടുള്ളൂ. അതിലേക്കായിട്ടൊരു 1/4 ടീസ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പുളിശ്ശേരിയിലേക്ക് ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ തന്നെയാണ്: പച്ചമുളക്, ഉള്ളി, വറ്റൽമുളക്, തേങ്ങ ചിരവിയത്, കറിവേപ്പില. അപ്പോൾ ഇതിൽ വ്യത്യാസം എന്ന് പറയാൻ നമ്മൾ ഈ കുരുമുളക് ചേർക്കുന്നതും പിന്നെ അവസാനം പുളിശ്ശേരി ആക്കുമ്പോൾ ചേർക്കുന്ന 1-2 കാര്യങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ. ആദ്യം നമുക്ക് ഈ വെള്ളരിക്ക ഒന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ വെള്ളരിക്ക പച്ചടി ഉണ്ടാക്കിയപ്പോൾ പലരും ചോദിച്ചിരുന്നു, വെള്ളരിക്ക പച്ചടിയിൽ വെള്ളരിക്ക ഇത്ര വലുതായിട്ട് മുറിക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. ഞങ്ങളിവിടെ പച്ചടിയിൽ വെള്ളരിക്ക കുറച്ച് വലുതായിട്ടാണ് കേട്ടോ മുറിക്കുക. വെള്ളരിക്ക കിച്ചടിയിലാണെങ്കിൽ നമ്മൾ ചെറുതായിട്ടാണ് മുറിക്കുക, പച്ചടിയിലാണ് വലിയതായിട്ട് മുറിക്കുക. ഓരോ കറികളിലനുസരിച്ചാണ് വെജിറ്റബിൾസ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ പല സ്ഥലങ്ങളിലും പല രീതിയിലായിരിക്കും മുറിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വെള്ളരിക്ക എത്രയാണോ എടുക്കുന്നത് അതനുസരിച്ച് ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെയും അളവിൽ വ്യത്യാസം വരുത്താം കേട്ടോ. ഞാനിപ്പോൾ ചെറിയൊരു ക്വാണ്ടിറ്റി കറി ഉണ്ടാക്കുന്നുള്ളൂ. എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസത്തെ കറികളൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അധികം കറികളൊന്നും ആവശ്യമില്ല, കുറച്ച് കറി മതി. ഇത് തന്നെ 2 ദിവസത്തേക്ക് ഉണ്ടാവും. വെള്ളരിക്ക പുളിശ്ശേരിയിൽ നമ്മൾ കുരുമുളക് ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വെള്ളരിക്കയ്ക്ക് പ്രത്യേകിച്ച് അങ്ങനെ അധികം ടേസ്റ്റ് ഒന്നും ഇല്ലാത്തൊരു വെജിറ്റബിൾ അല്ലേ. ഇപ്പോൾ നമ്മുടെ കുമ്പളങ്ങയ്ക്കാണെങ്കിൽ കുമ്പളങ്ങയുടേതായിട്ടുള്ളൊരു ടേസ്റ്റ് ഉണ്ട്. വെള്ളരിക്കയ്ക്ക് എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ടേസ്റ്റും തോന്നിയിട്ടില്ല കേട്ടോ. നമ്മൾ ചേർക്കുന്ന എല്ലാ കാര്യങ്ങളും വെള്ളരിക്കയിലേക്ക് നന്നായിട്ട് പിടിക്കും, എല്ലാ ടേസ്റ്റുകളും അബ്സോർബ് ചെയ്യും. പക്ഷേ പ്രത്യേകിച്ച് വെള്ളരിക്കയ്ക്ക് ഒരു ചെറിയ പുളിപ്പ് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ പച്ചമുളക് ചേർക്കുന്നതിനേക്കാൾ ഈ പുളിശ്ശേരിക്ക് കുറച്ചുകൂടി ടേസ്റ്റ് വരുന്നത് നമ്മുടെ കുരുമുളകാണ്. അപ്പോൾ ഞാൻ ഈ ഒരു വലിപ്പത്തിലാണ് വെള്ളരിക്ക കട്ട് ചെയ്യുന്നത്. ഇതാണ്ടോ, ഈ ഒരു വലിപ്പത്തിലൊക്കെ. പിന്നെ നമ്മൾ കുക്കറിലല്ല വെള്ളരിക്ക കുക്ക് ചെയ്യുക, ചട്ടിയിൽ തന്നെയാണ്. നമ്മുടെ വെള്ളരിക്ക മാങ്ങക്കറിക്ക് കട്ട് ചെയ്യില്ലേ, ആ ഒരു വലിപ്പത്തിൽ തന്നെ കട്ട് ചെയ്യാം. സെയിം ഇത് തന്നെയല്ല കേട്ടോ കുമ്പളങ്ങ മോരുകറി ചെയ്യുന്നത് ഇങ്ങനെയല്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും കുമ്പളങ്ങയും ഇതുപോലെ തന്നെ ചെയ്യാൻ പോകുന്നു. കുമ്പളങ്ങ നമ്മൾ ഇതുപോലെയല്ല ചെയ്യുക, ചെറിയ വ്യത്യാസമുണ്ട്. അപ്പോൾ ഞാൻ ഈ വെള്ളരിക്ക ഒന്ന് കഴുകി എടുക്കട്ടെ. വെള്ളരിക്ക കട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മളിപ്പോൾ മുറിച്ച് വെച്ചിരിക്കുന്ന വെള്ളരിക്ക ഒരു ചട്ടിയിലേക്ക് മാറ്റുക. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ വെള്ളരിക്ക കുക്കാവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം. ഇതിലേക്ക് നമുക്ക് വെള്ളരിക്കയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും. ഇനി വെള്ളരിക്ക ഇവിടെ നിന്നൊന്ന് കുക്കാവട്ടെ. കുക്കായിട്ട് വെള്ളം ഒന്ന് വറ്റി വരണം.
വെള്ളരിക്കയ്ക്ക് ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി വരണം, അതുവരെ കുക്കാവണം. അപ്പോൾ കുക്കാവട്ടെ ഇവിടെ ഇരുന്നിട്ട്. ഈ സമയത്ത് നമുക്ക് നമ്മുടെ അരപ്പ് റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് തേങ്ങ എടുത്തിട്ടുള്ളൂ കേട്ടോ. 1/4 കിലോ വെള്ളരിക്കയ്ക്ക് 1/4 കപ്പ് തേങ്ങ എടുത്തിട്ടുള്ളൂ. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 1/4 ടീസ്പൂൺ കുരുമുളക്, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ജീരകം. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു പച്ചമുളക് ചേർക്കുന്നുണ്ട് എരിവിനായിട്ട്. ബാക്കി കുരുമുളകിൻ്റെ എരിവുണ്ട്. അപ്പോൾ നല്ല എരിവ് വേണം പുളിശ്ശേരിക്കുന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ കുരുമുളക് ചേർക്കാം. പിന്നെ പുളിശ്ശേരി പോലെയുള്ള റെസിപ്പികൾക്ക് ഒരുപാട് അങ്ങ് എരിവ് അത്ര ടേസ്റ്റ് അല്ല. നമ്മുടെ കാളനാണ് കുറച്ചുകൂടി എരിവുണ്ടാകുന്നത്. അതുകൊണ്ട് ഞാനിപ്പോൾ 1/4 ടീസ്പൂൺ കുരുമുളക് ചേർത്തത്. പിന്നെ നിങ്ങൾക്ക് താല്പര്യം അനുസരിച്ച് വ്യത്യാസം വരുത്താം കുരുമുളകിൻ്റെയും പച്ചമുളകിൻ്റെയും എണ്ണം. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ അത് നമ്മുടെ വെള്ളരിക്കയൊക്കെ ഒന്ന് കുക്കായിട്ടുണ്ട്. കണ്ടോ, വെള്ളരിക്ക നമ്മൾ ചേർത്തിരുന്ന പോലെയല്ല, ഇപ്പോൾ കുക്കായി ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി വന്നു. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ അത് ആഡ് ചെയ്യാം. ഇനി അരപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒരു 2 മിനിറ്റ് ഒന്ന് തിളപ്പിക്കാം കേട്ടോ. ഈ അരപ്പിൻ്റെ റോ സ്മെല്ലും റോ ടേസ്റ്റും, അതായത് നമ്മുടെ തേങ്ങയുടെയും ജീരകത്തിൻ്റെയും കുരുമുളകിൻ്റെയും ഒക്കെ ആ ഒരു റോ ടേസ്റ്റും റോ സ്മെല്ലും മാറി വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിനി തിളപ്പിക്കുന്നത്. അപ്പോൾ ഇതിലൊരു ഓപ്ഷനും കൂടി ഉണ്ട്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ കുരുമുളകില്ല, മുഴുവൻ കുരുമുളകില്ല, കുരുമുളക് പൊടിയേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി ചേർക്കാം കേട്ടോ. പക്ഷേ ടേസ്റ്റ് കൂടുതൽ കുരുമുളക് അരച്ച് ചേർക്കുമ്പോഴാണ്. അപ്പോൾ ഈ കറി ഒന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. തിളയ്ക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം, കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കേണ്ട ആവശ്യമില്ല. ഒരു 2 മിനിറ്റ് ഒന്ന് തിളക്കട്ടെ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാൻ ഇനി തിളപ്പിക്കുന്നത്. ഇപ്പോൾ തിളച്ച് തുടങ്ങുന്നത് വരെ ഹൈ ഫ്ലെയിമിലായിരുന്നു. ഇപ്പോൾ ബബിൾസ് വന്നു തുടങ്ങിയപ്പോൾ ഫ്ലെയിം കുറച്ചിട്ടുണ്ട്. 1 മിനിറ്റ് ആകുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞ് 1 മിനിറ്റും കൂടി കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇതാ നമ്മൾ അരപ്പ് ചേർത്ത് തിളപ്പിക്കാൻ തുടങ്ങിയിട്ട് 2 മിനിറ്റായി. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചേർക്കാം. നമ്മുടെ പുളിശ്ശേരിയുടെ ടേസ്റ്റ് കൂട്ടാനായിട്ട് ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര, അതുപോലെ തന്നെ ഒരു 2 പിഞ്ച് ഉലുവ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്നത്. ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്കിനി തൈര് ചേർക്കാം. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ ഞങ്ങളിവിടെ തൈര് ചേർക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ തൈര് കുക്കായി പോവാതിരിക്കാനാണ്. നമ്മുടെ ചട്ടിയുടെ ചൂടിൽ തന്നെ തൈര് കുക്കായി വന്നോളും. പിന്നെ തൈരിൻ്റെ പുളി അനുസരിച്ച് നമുക്ക് പഞ്ചസാരയുടെ അളവിൽ വ്യത്യാസം വരുത്താം കേട്ടോ. നല്ല പുളിയുള്ള തൈരാണെങ്കിൽ 1/2 ടീസ്പൂൺ വരെ പഞ്ചസാര ചേർക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഉപ്പും മധുരവും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. ഉപ്പ് കുറവാണെങ്കിൽ ഈ സ്റ്റേജിലാണെങ്കിൽ നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. പുളി കൂടുതലാണെങ്കിലും അതുപോലെ തന്നെ പഞ്ചസാര ചേർക്കാം. ഉപ്പ് കുറവാണ്, പുളിയൊക്കെ ആവശ്യത്തിനേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് വറവ് ചേർക്കാം. അപ്പോൾ വറവ് റെഡിയാക്കാനായിട്ട് ഞാൻ ഉള്ളിയൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് കടുക് ചേർക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ ഒരു 8-10 ഉലുവയും കൂടി ചേർക്കുക. ഉലുവയും ഒന്ന് പൊട്ടി വരട്ടെ. നമ്മൾ ഉലുവ പൊടി ചേർത്തിട്ടുണ്ട്, പക്ഷേ ഉലുവയും കൂടി ചേർത്താലേ പെർഫെക്റ്റ് ആവുള്ളൂ കേട്ടോ. പുളിശ്ശേരിക്കും പച്ചടികൾക്കും ഒക്കെ നമ്മൾ ഉലുവയും കൂടി ചേർക്കും. ഇനി നമുക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന ഉള്ളി, അപ്പോൾ പലപ്പോഴും നമ്മൾ പച്ചടിയിലും പുളിശ്ശേരിയിലും ഒഴിച്ചുകറികളിലൊക്കെ ഉള്ളി ചേർക്കുമ്പോൾ കമൻസ് വരാറുണ്ട്, ആരാണ് ഇങ്ങനെ ഉള്ളി ചേർക്കുക എന്നുള്ളത്. ഇവിടെയൊക്കെ ചെയ്യുന്ന രീതിയാണിത്. അപ്പോൾ പല സ്ഥലങ്ങളിലും പല രീതിയിലല്ലേ ചെയ്യുക. അപ്പോൾ ഉള്ളി ചേർക്കുന്നത് നല്ല ടേസ്റ്റ് ആവുള്ളൂ. ഉള്ളി ചേർക്കാത്തതിനേക്കാൾ ഉള്ളി ചേർക്കുന്നതാണ് ടേസ്റ്റ് കൂടുതൽ. ഇപ്പോൾ നമ്മുടെ ഉള്ളിയുടെ കളറ് മാറി വരുന്നുണ്ട്. നമുക്കിതിലേക്ക് വറ്റൽമുളക് മുറിച്ചത് ചേർക്കാം. അതുപോലെ തന്നെ കറിവേപ്പിലയും ചേർക്കാം. ഇനി വറ്റൽമുളകും കറിവേപ്പിലയും ഒന്ന് കുക്കായി തുടങ്ങുമ്പോൾ നമുക്ക് കറിയിലേക്ക് ആഡ് ചെയ്യാം.
ഇതിൽ നമ്മൾ മുളക് പൊടി അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ വറവ് ചേർക്കുമ്പോൾ. ഈ വറ്റൽമുളകും കറിവേപ്പിലയും സാധാരണ നമ്മൾ കറിക്ക് വറവ് ചേർക്കുന്ന പോലെ തന്നെയുള്ളൂ. ചില പുളിശ്ശേരികളിലാണ് നമ്മൾ മുളക് പൊടിയോ അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടിയോ ഒക്കെ ചേർക്കുന്നത്. അപ്പോൾ നമുക്കിത് കറിയിലേക്ക് ചേർക്കാം. അപ്പോൾ നമ്മൾ റെഡിയാക്കിയ വറവ് ഇതിലേക്ക് ചേർക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഇനി ഇപ്പോൾ തന്നെ കറി ഉപയോഗിക്കരുത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വെള്ളരിക്കയിലേക്ക് ആ തൈരിൻ്റെ പുളിയൊക്കെ ഒന്ന് പിടിച്ചു വരണമെന്നുണ്ടെങ്കിൽ 1 മണിക്കൂറെങ്കിലും സമയമെടുക്കും. അപ്പോൾ കറി റെഡിയാക്കിയിട്ട് 1-2 മണിക്കൂറിന് ശേഷം മാത്രം യൂസ് ചെയ്യുക, ഇല്ലെങ്കിൽ അടുത്ത ദിവസം ഉപയോഗിക്കുക. അതായിരിക്കും ഏറ്റവും പെർഫെക്റ്റ്. പുളിശ്ശേരി പച്ചടി പോലെയുള്ള റെസിപ്പികളൊക്കെ നമ്മൾ തലേ ദിവസം റെഡിയാക്കിയിട്ട് അടുത്ത ദിവസമാണ് സദ്യയിൽ ഉപയോഗിക്കുക. അപ്പോൾ എന്തായാലും എല്ലാവരും ഈ ഒരു വെള്ളരിക്ക പുളിശ്ശേരി ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞിട്ട് ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ കുക്കിംഗ് താല്പര്യമുള്ള ആളുകൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റെസിപ്പികളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമായോ ഇല്ലയോ എന്ന് വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.